ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ smsgainer. വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം പാലക്കയംതട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഓഫ് റോഡൊക്കെ കയറി ഒരുപാട് രസകരമായ ഓഫ് റോഡുകളും കുറേ ട്രോളുകളും ഒക്കെ നടത്തി നമ്മൾ പോകുന്ന ഈ ഒരു യാത്ര, അതാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നല്ലതാണെങ്കിലും ചെയ്തതാണെങ്കിലും പ്ലീസ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലം കഴിഞ്ഞു, ഇപ്പോൾ നമ്മുടെ കൊയിലാണ്ടി ടൗണിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടി ടൗൺ കഴിഞ്ഞ് വീണ്ടും പിന്നെയും കുറേ പോകാനുണ്ട്. ഇത് സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പോവാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ പാലക്കയംതട്ട് അവിടെയാണ് ഞങ്ങൾ. പൈതൽമലയും ഒക്കെ പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നല്ല 8ൻ്റെ പണികളൊക്കെ കിട്ടി, അതിൻ്റെ ഒരു വൈബും കൂടി ഉണ്ടായ കാരണം കൊണ്ട് പോക്ക് നടന്നില്ല. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പാലക്കയംതട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കണ്ണൂരിലാണ്. പക്ഷേ ഒരു എവിടെ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിപ്പള്ളി ഭാഗത്തു കൂടിയാണ് ഞങ്ങൾ കയറിപ്പോയത്. അപ്പോൾ മാപ്പ് പിടിച്ചതുകൊണ്ട് കണ്ണൂർ വിമാനത്താവളം ഒരു മലൻ്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ പറ്റി. നല്ല അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു വൈബ് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. എന്നിരുന്നാലും ആ ഒരു പോർഷനും ആ ഒരു ഭാഗമൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഞാനും എൻ്റെ സ്വന്തം എൻ്റെ ബൈക്കും അതും ഉണ്ട്. അപ്പോൾ വീട്ടിൽ വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ വിളിച്ചിട്ട് എങ്ങോട്ടേയും പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ പോകാത്ത സ്ഥലത്തേക്കല്ലേ പോകേണ്ടത്, അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതോ ഒരു നല്ല ഒരു അടിപൊളി കുളം കണ്ടപ്പോൾ അവിടെ ഒന്ന് മുഖം കേകി ഒന്ന് അടിപൊളിയായിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചു. നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മുഖം കേൾക്കുകയൊക്കെ ചെയ്യുക, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോവാണ്. മാപ്പ് പിടിച്ചിട്ട് ഞങ്ങൾ ഒരു പാലം കണ്ണൂരൊക്കെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പയ്യോളിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഒരു പാലത്ത് കൂടി കയറി അങ്ങനെയാണ് പോകുന്നത്. ശരിക്കും ആ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മല്ല. മാപ്പ് പിടിച്ച് പോരുമ്പോൾ മംഗലാപുരം ഭാഗത്തേക്കും കണ്ണൂർ ടച്ച് ചെയ്യാതെ മംഗലാപുരം ഭാഗത്തേക്കൊക്കെ ചെന്ന് ചാടാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. പ്രത്യേകിച്ച് റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞതില്ല. അതുമാത്രമല്ല നല്ല അടിപൊളിയായിട്ടൊരു മലമ്പ്രദേശത്തു കൂടിയുള്ള ഒരു പോക്കാണ്. നല്ല വൈബായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. ബ്ലോക്ക് ഇല്ലാത്ത തന്നെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും വലിയ സമാധാനമാണ്. അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് അവിടെ എത്തിപ്പെടാൻ ഭയങ്കര പാടായിരിക്കും. ചില്ലറ പ്രശ്നങ്ങളൊന്നും അല്ല. കാരണം ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു റൂട്ടാണ്. അതുമാത്രമല്ല ബ്ലോക്കാണ് മെയിനായിട്ട് ഏറ്റവും വലിയ ഇഷ്യൂ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ കാണും, അതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗം. ഇതാ ഈ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ചായക്കട എന്ന് പറയാം. പക്ഷേ സംഭവം നൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പോലെ ആക്കിയിട്ടുണ്ട്. അവിടെ ആ കാണുന്നതാണ്, ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗം മൊത്തത്തിൽ കാണുക, ആകാശമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ എയർപോർട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒന്ന് സൂം ചെയ്ത് കാണാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൽ അത്ര വലിയ സൂമിൻ്റെ പവറൊന്നുമില്ല. എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത ഒരു രസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ആ കാണുന്ന കുറേ വിമാനങ്ങളൊക്കെ നിർത്തിയിട്ടതായിട്ട് കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു ഭംഗി. നമുക്ക് നേരെ വിടാം. ഇപ്പോൾ പാലക്കയംതട്ടിലേക്കുള്ള ആ ഒരു റൂട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ പോയിട്ടുണ്ട്, അവരുടെ വണ്ടി FZ ആണ്, അവർ മുമ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ക്യാമറ ഓണാക്കാൻ വേണ്ടിയിട്ടൊന്ന് സൈഡാക്കിയതാണ്. ഫുൾ ഓഫ് റോഡ് എന്ന് തന്നെ പറയാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫ് റോഡ്. 900 കണ്ടി കയറിയിട്ടുണ്ടെങ്കിലും 900 കണ്ടി ഇത്രയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഫുൾ കട്ടർ എന്ന് പറഞ്ഞാൽ ഫുൾ കട്ടർ. ഞങ്ങൾ മുകളിൽ എത്തിയപ്പോഴാണ് ഞങ്ങളോട് അവർ പറയുന്നത് വേറൊരു റൂട്ട് ഉണ്ട് എന്ന്. പക്ഷേ ആ ഒരു റൂട്ട് അവിടെ എത്തിയതിന് ശേഷം മനസ്സിലായത് ഈ റൂട്ടിലാണ് ഞങ്ങൾക്ക് മാപ്പ് കാണിച്ചു തന്നത്. പക്ഷേ കുഴപ്പമില്ല, ഓഫ് റോഡാണെങ്കിലും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മളെ വണ്ടി കൊണ്ട് ചെറുതായിട്ട് ഓഫ് റോഡൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ അടിപൊളി. വണ്ടി അവരുടെ വീണിട്ടുണ്ട്.
ഞാൻ വണ്ടി അവരുടെ വണ്ടി നോക്കാതെ മുമ്പോട്ട് പോകുകയാണെന്ന് ആരും വിചാരിക്കേണ്ട. വണ്ടി ഒന്ന് സൈഡ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വണ്ടി സൈഡ് പാർക്ക് ചെയ്തിട്ട് അവരുടെ വണ്ടി ഒന്ന് തള്ളി കൊടുത്ത് റെഡിയാക്കണ്ടേ, നമ്മളെ കൂടെ ഉള്ളവരല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് സൈഡാക്കാം. ഓക്കെ, മാപ്പൊക്കെ ഓണാക്കിയിട്ടുണ്ട്. മൊബൈലിൽ ചാർജൊക്കെ കുറവായിരുന്നു, പക്ഷേ ബൈക്കിൽ ചാർജർ ഉണ്ടായതുകൊണ്ട് അതും കഴിച്ചില്ലായി. വണ്ടി ഒന്ന് സൈഡാക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഫുൾ ഉരുളൻകല്ല് പോലുള്ള കല്ലുകളാണ്. വണ്ടി ബ്രേക്ക് പിടിച്ചാൽ ബാക്കിലേക്ക് നിരങ്ങി പോവാണ്. അത്രക്ക് അടിപൊളി റോഡാണ്. എന്താ സീന് കേറണില്ലേ? കിക്കറുണ്ടോ? തള്ളണ്ട, ഇപ്പൊ കേറിക്കോളും. ഒറ്റ പോക്കണ്ട് പോയിക്കോട്ടോ, എന്റെ വണ്ടി നോക്കണ്ട. തള്ളി പിടിക്കേ, തള്ളി. എന്താ പരിപാടി? കേറല്ലേ? ഏറെക്കുറെ അങ്ങനെ തന്നെ കാരം. ബോസേ, ഹലോ, മേലെ വരെ എങ്ങനെ തന്നെ റോഡ് ആണോ? പോലെ ആ ഇതാടാ തിരിയാണ്. അതിലൊക്കെ ആച്ചല്ലേ വണ്ടി ഒന്ന് ബാക്ക് എടുക്കുകയാണെങ്കിൽ നൈസായിട്ട് ബാക്ക് എടുക്കുക. ഹാൻഡിൽ തിരിക്കല്ല, തിരിച്ചാൽ കൺട്രോൾ പോകും കഴിയുന്നു. ഹാൻഡിൽ നേരെ പിടി മുട്ടേ, ഹാൻഡിൽ നേരെ പിടിയടാ. ആ നീ നല്ല ബ്രേക്ക് ഇട്. ഇങ്ങോട്ട് തിരി ഫുള്ളായിട്ട്. ആ ഇല്ല പുഷ് ചെയ്തേക്കണം. ബ്രേക്ക് ഫുള്ളാണ്. ഒന്നിറങ്ങും മുന്നേ, ഒരു മിനിറ്റ്. ആ ഇട്ടോ ബ്രേക്ക് ഫ്രണ്ട് ഉണ്ടോ? ഉണ്ടല്ലേ? എത്രയല്ല ഗിയറുള്ളത്? ഫസ്റ്റിൽ തന്നെയാണോ? അവരുടെ വണ്ടി അങ്ങനെ എൻ്റെ മികവുറ്റ കൈകൊണ്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ വണ്ടി കയറ്റണം. കണ്ടില്ല നിങ്ങൾ, റോഡ് അടിപൊളി റോഡല്ലേ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എൻ്റെ വണ്ടിയാണ് പരീക്ഷണം. അങ്ങോട്ട് കയറ്റന്നെ.
ആരും ഓഫ് റോഡ് വലിയ പഠിപ്പൊന്നും പഠിച്ചിട്ടൊന്നുമല്ലല്ലോ, അങ്ങോട്ട് കയറ്റി നോക്കി തന്നെ വീണാൽ പോയി, കിറ്റൊക്കെ പാടെ പൊട്ടി ഇളകി പോവും. അങ്ങനത്തെ ഒരു ബൈക്കാണ് ഏതായാലും എൻ്റെ ബൈക്ക്. എന്തായാലും കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോയോക്കെ തന്നെ. എവിടം വരെ പോവുക അവിടം വരെ അങ്ങോട്ട് പോട്ടെ, കയറട്ടെ അങ്ങോട്ട്. താഴത്തുനിന്ന് ഒരാളോട് ഞങ്ങൾ ചോദിച്ച് ഓഫ് റോഡ് ഉണ്ടോയെന്ന്. ആൾ പറഞ്ഞ് കുറച്ചൊക്കെ ഉണ്ട്, അത്രയ്ക്ക് വലിയ സീനൊന്നുമില്ല, കയറി പോകാമെന്നൊക്കെ. പക്ഷെ എവിടേക്ക് എത്തി നോക്കുമ്പോഴല്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണത്. പോരാത്തതിന് അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളിയായിട്ടൊരു മയം കിട്ടി. എന്ത് പറയാൻ, ഓരോ വണ്ടി അവിടെ പണിയായി, അവരുടെ വണ്ടി കയറിയില്ല. ഓരോ വണ്ടി ചെറുതായിട്ട് അതിൻ്റെ എന്താ സംഭവം എന്ന് ലാസ്റ്റാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഓരോ വണ്ടിൻ്റെ മറ്റേ വയറിൻ്റെ കിറ്റൊക്കെ പാട് അടിച്ചു പോയി എന്നാണ് പറഞ്ഞത്, വയർ കരിഞ്ഞിട്ടേ. സംഭവം FZ ആണ്, കുറച്ച് പഴകിയതാണ്, എന്നാലും കുഴപ്പമില്ലാത്ത വണ്ടിയാണ് പൊതുവേ. പക്ഷേ അത് മെയിൻ്റനൻസിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു ഓഫ് റോഡും കൂടി ഉണ്ട് മുമ്പിൽ, നമുക്ക് പോയൊക്കെ. ഞങ്ങളുടെ മുമ്പിലൊരു ബുള്ളറ്റുകാരൻ പോയിരുന്നു, അയാൾ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഓഫ് റോഡാണ് ഒരു അപാരത, കയറി നോക്കാം അല്ലേ. സംഭവം എന്തായാലും നൈസ് പ്ലേസ് ആട്ടോ, നല്ല അടിപൊളി ഓഫ് റോഡും മഴയും അതുപോലെ തന്നെ പ്രകൃതിൻ്റെ ഭംഗിയും. എൻ്റെ മോനെ അടിപൊളി. പിന്നെ ഇടയിലിടയിൽ ഓരോ ട്രോളുകൾ, നമ്മളെ ട്രോളാൻ നമ്മൾ തന്നെ മതിയല്ലോ, അതിന് വേറെ ആൾ ആവശ്യമില്ലല്ലോ ഇനി. അപ്പോൾ അതൊക്കെ തന്നെ. ഇപ്പോൾ മറ്റവരെ വണ്ടി പണി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ആദ്യം ഒരാളെ കൊണ്ടേ ഇറക്കും, എന്നിട്ട് പിന്നെയും വരും, എന്നിട്ട് പിന്നെ അടുത്ത ആളെ കൊണ്ടുപോകും, എന്നിട്ട് പിന്നെ ഇറക്കും, എന്നിട്ട് അങ്ങനെ പോവാണ്. അത്യാവശ്യം മേലോട്ട് കിലോമീറ്റർ ഉണ്ട് പോകാനും. വഴിന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് അത്രക്കൊന്നുമില്ല, 1.5 കിലോമീറ്ററേ ഉള്ളൂ, നടക്കാനുള്ളതേ ഉള്ളൂ പറഞ്ഞിരുന്നു. ആൾ ഏത് റൂട്ട് എങ്ങോട്ടാണ് പോയത് എന്നൊന്നും ഇപ്പോൾ മനസ്സിലാവണില്ല. അത് റൂട്ടൊക്കെ പാടെ കണ്ടിട്ട് ആൾ പാലക്കയംതട്ടേക്ക് തന്നെയല്ലേ പോയത്, അതോ പകുതി വരെ പോയിട്ട് അത് പാലക്കയംതട്ടാണെന്ന് വിചാരിച്ച് തിരിച്ച് പോന്നോ എന്നൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ. കാരണം ഇത് അത്യാവശ്യം കയറാനുണ്ട്. പിന്നെ എന്ത് പറയാൻ, എല്ലാം കഴിഞ്ഞ് മേലോട്ട് എത്തുമ്പോൾ അടിപൊളി വൈബായിരിക്കും എന്ന ഒരു മൈൻഡോടെയാണ് കയറി പോകുന്നത്. ഏതായാലും അങ്ങനെ പോയി നോക്കുന്നുണ്ട്. അത് ആ മേലെ കാണുന്ന ആ ഒരു മലയാണ് പാലക്കയംതട്ട് എന്നാണ് സങ്കല്പിക്കാം നമുക്ക്, എന്നൊക്കെ സമാധാനിക്കാം. അത്രക്കൊക്കെ കയറാണ്ടല്ലേ പടച്ചോനെ. ഇനി അടുത്ത ഓഫ് റോഡൊന്നും കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഒന്നാമത് നമ്മളെ വണ്ടി പണി കിട്ടിയാൽ നല്ല പണിയായിരിക്കും, കിട്ടിയില്ലെങ്കിൽ പിന്നെ നൈസായിട്ട് അങ്ങനെ കയറി പോകും. അതുകൊണ്ടാണ്, വേറെ സീനൊന്നുമില്ല. പോയി നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, ഫ്രണ്ടിൽ കാണുന്ന അതാ ഈ മേലോട്ടുള്ള റോഡാണ് പാലക്കയംതട്ട് റോഡ്, നേരെ ഏരക്കുണ്ട് വെള്ളച്ചാട്ടം. അത് മാത്രമല്ല, നേരെ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങോട്ടുള്ള നല്ല റോഡാണ്. ആ റോഡൊന്ന് അന്വേഷിച്ച്, അഥവാ ആരും വരുന്നുണ്ടെങ്കിൽ ആ റോഡൊന്ന് അന്വേഷിച്ചിട്ട് വരിക. ആ റോഡ് നല്ല അടിപൊളി റോഡാണ്, ഇതേമാതിരി ഓഫ് റോഡൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി റോഡാണ്, അടിപൊളി കളിമറ്റ്. അപ്പോൾ ആ റോഡിന് കയറി പോരുക, ഏരക്കുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാം. ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ എത്തി, അങ്ങനെ എല്ലാം റെഡിയായി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ എന്താണ് ഇവിടുത്തെ ഫീസും അതേമാതിരി ഇവിടുത്തെ എൻട്രി പാസും കാര്യങ്ങളൊക്കെ എത്രയെന്ന് അതൊക്കെ അറിയണം. എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി താഴത്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ മുമ്പിലൊരു പാഷൻ പ്ലസും സ്കൂട്ടിയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇതിനി ഇവിടുത്തെ കസ്റ്റമർ കെയറിൻ്റെ അല്ല, സോറി, ഇവിടുത്തെ ആൾക്കാരിതാണോ എന്ന്. വേറെ വണ്ടിയൊന്നും കാണാനില്ല, പിന്നെ ഇപ്പം നമ്മളെ വണ്ടി തന്നെ കാണാനുള്ളൂ. അപ്പം നമുക്ക് പ്രതീക്ഷിക്കുക അത് ഇവിടുത്തെ ആൾക്കാരതൊക്കെ ആയിരിക്കുന്നു. അപ്പം നമ്മളെ വണ്ടി കുഴപ്പമില്ല, ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ് അല്ലേ. നോക്കാം നമുക്ക്. ഏതായാലും മേലേക്ക് കയറാം. അപ്പം ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് എൻട്രി പാസും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ ഇവിടെ ടോട്ടൽ 150 ആയിട്ടുണ്ട്. അതായത് പെർ ഹെഡ് നമുക്ക് വന്നിട്ടുള്ളത് 40 രൂപ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ 120 രൂപ ഞങ്ങൾക്ക് മൊത്തത്തിലായി. പോരാത്തതിന് പാർക്കിംഗ് ഫീയും, വണ്ടി പുറത്ത് പാർക്ക് ചെയ്താൽ മതിയായിരുന്നു, 30 രൂപ പാർക്കിംഗ് ഫീയും കൂടി ഉണ്ട്. അപ്പോൾ ഏതായാലും എൻട്രി പാസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ മേലോട്ട് കയറി. മോനെ അടിപൊളി സൈറ്റ്. സംഭവം നേരത്തെ പറഞ്ഞ മാതിരി കട്ടറും കല്ലൊക്കെ ചാടിയാണ് വന്നതെങ്കിലും ഇവിടേക്ക് എത്തി നോക്കുമ്പോൾ മൊത്തത്തിൽ പൊള്ളി സൈറ്റാണ്. പാലക്കയം തട്ട് തന്നെയാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ആർക്കും വരാം, അല്ലാതെ മറ്റേ ഏതെങ്കിലും തീം പാർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വിചാരിച്ച് വരുന്നതെങ്കിൽ ഇവിടേക്ക് വരികയേ വേണ്ട, അത്രേ പറയാനുള്ളൂ. അടിപൊളി സൈറ്റാട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണിത്. ഞാൻ ഒരു ഫോട്ടോ അതിൻ്റെ ശേഷം വിടാം. നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതിൻ്റെ മേലെ കയറിയിട്ട് നല്ല നൈസായിട്ട് പിക്ക് എടുക്കുക. അടിപൊളി. നമ്മൾ കയറി വന്ന റൂട്ടാണ് താഴെ കാണാൻ പോകുന്നത്. ആ കാണുന്ന താഴത്ത് കാണുന്ന ആ ഒരു വെള്ള മാർക്ക് നിങ്ങളിങ്ങനെ കണ്ടോ? താഴത്ത് അതാ ആ കാണുന്ന വെള്ളമല്ല, മണ്ണിൻ്റെ കളറ്. ആ ഒരു സംഭവത്തിലൂടെയാണ് ഇപ്പോൾ കയറി വന്നത്. അപ്പം നേരത്തെ കണ്ട മല തന്നെയാണ് ഇത്. അപ്പോൾ അത്രയും വളഞ്ഞു ചുറ്റിയിട്ടൊക്കെ കയറി വന്നതെങ്കിലും ഇവിടെ എത്തി നോക്കുമ്പോൾ മൊത്തത്തിൽ അടിപൊളിയാണ്, നല്ല സൈറ്റാണ്. ഇനി ആകാശവും അതേമാതിരി പാറയും പുല്ലും കുറേ ബാരിക്കേഡും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. പാലക്കയം വരെ വന്നിട്ട് ഞാൻ കണ്ടില്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾ കാണാതിരിക്കണത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ താഴത്ത് ഞാൻ വണ്ടി മേലേക്ക് ആ കട്ടർ കയറ്റി വന്ന സമയത്ത് നിങ്ങളൊരു ഹിമാലയം കണ്ടിട്ടുണ്ടാവും അവിടെ. അത് ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഇവിടെ 3 പേര് ഇരിക്കുന്നുണ്ട് സൈഡിൽ. ആ 3 പേരുടെ ഹിമാലയാണത്. അതിൻ്റെ ക്ലച്ച് ഡിസ്ക് പോയതാ ആ ഓഫ് റോഡ് കയറിയപ്പോൾ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മളെ വണ്ടി മെച്ചാണ്. ഹിമാലയൻ അത് പിന്നെ ഹിമാലയൻ പൊതുവെ ഓഫ് റോഡിൻ്റെ വണ്ടിയാണ്. അത് പിന്നെ യൂസ് ചെയ്തപ്പോഴുള്ള പ്രോബ്ലം ആയിരിക്കും എന്ന് വിചാരിക്കാം. അത് ക്ലച്ച് പിടിച്ച് വന്നിട്ടായിരിക്കും ക്ലച്ച് ഡിസ്ക് കരിഞ്ഞു പോയത്. ഏതായാലും ആ ഒരു വൈബും ആ കാര്യങ്ങളൊക്കെ കണ്ട് ഏതായാലും ഇനി അടുത്ത ഒന്നും കൂടി ആ ഒരു സൈറ്റിൽ ആൾക്കാരൊന്നും ഫോട്ടോ ഒക്കെ കണ്ടില്ലേ, അവിടെയാണ് ഫോട്ടോക്ക് പറ്റിയ പോസ്. ആകാശമൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ, സ്കൈൻ്റെ മോനെ, ഇതൊക്കെയാണ് അടിപൊളി. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുക ചെയ്തത്. പിന്നെ ഞങ്ങൾ എപ്പോഴോ ഞങ്ങൾ ഇറങ്ങേണ്ട ടൈം കഴിഞ്ഞു. ഞങ്ങളിത് കഴിഞ്ഞിട്ട് പാൽച്ചേരൊക്കെ കയറണം വിചാരിച്ചായിരുന്നു, പക്ഷെ അതൊന്നും കയറാൻ പറ്റിയില്ല. കാരണം ആ FZ പണി കിട്ടിയതുകൊണ്ട് അതിൻ്റെ ടൈമിനും വേണ്ടി അത് നേരാക്കാൻ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. അതിന് എന്തൊക്കെ സാധനം അടിച്ചു പോയി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഒരു മെക്കാനിക്ക് ഈ ഒരു പരിസരത്ത് ഉണ്ടായതുകൊണ്ട് ആൾ നമ്പറൊക്കെ കൂടെ ഉണ്ടായിരുന്ന ബുള്ളറ്റിൻ്റെ ആൾക്കാർ തന്നു. അങ്ങനെ അവരോടുത്തുന്ന നമ്പറൊക്കെ വാങ്ങി ഞങ്ങൾ ഏതായാലും അയാളെ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ വണ്ടി അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളങ്ങോട്ട് മൂവ് ചെയ്ത് സീനില്ലാതെ. ബാറ്ററി ഇറങ്ങി പോവുകയും ചെയ്ത്, അതുപോലെ തന്നെ വയറൊക്കെ കത്തിക്കരിഞ്ഞ് അങ്ങനെയൊക്കെ ആകെ സീനായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി സൈറ്റ് ഉണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല. അപ്പുറത്ത് കൂടി ജീപ്പുകൾ ഓഫ് റോഡായിട്ട് കയറി വരുന്ന വേറെ സ്ഥലമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലുള്ളത്. പാലക്കയം മൊത്തത്തിൽ കാണാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കപ്പിൾസും അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഫാമിലീസൊക്കെ വരുന്നുണ്ട്. അതുപോലെ വരാം എന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ ഓഫ് റോഡ് വൈബുള്ള ആൾക്കാർക്ക് ഓഫ് റോഡ് കയറ്റിക്കൊണ്ടിരണമെങ്കിൽ അതിനും പറ്റും. അത്രേ ഉള്ളൂ ഈ ഒരു പാലക്കയം മൊത്തത്തിലുള്ള ഒരു രസം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇവിടെ കഴിയുകയാണ്. അടുത്ത നല്ലൊരു റൈഡിങ്ങിൻ്റെയും യാത്രയുടെയും വീഡിയോസുമായിട്ട് SMS വീണ്ടും വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ SMS ഗെയിനർ.